ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ അതാ ഞങ്ങൾ വാട്ടർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇത് ബേപ്പൂർ ബീച്ചിലും ഉണ്ട്, ചാലിയം ബീച്ചിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ചാലിയം ബീച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാലായി. അപ്പോൾ അവിടേക്ക് വന്നതാണ് ഞങ്ങൾ. പിന്നെ ആ കാണുന്ന ലൈറ്റ് ബേപ്പൂരി ബീച്ചുമാണ് കേട്ടോ. അപ്പോൾ അതാ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്നാണ്, സീസൺ 3 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാലിയത്താണ് വന്നതെന്ന് പറഞ്ഞല്ലോ, കുറച്ച് അധികം വൈകി പോയിട്ടോ. ഞങ്ങൾ വരാൻ 7 മണിയായിന് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ചാലിയത്തേക്ക് പോരാമെന്ന് വിചാരിച്ച്. അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ജങ്കാർ കയറിയാൽ മതി കേട്ടോ ഇവിടുന്ന്. പക്ഷേ ജങ്കാർ 9 മണി വരെ സർവീസ് നീട്ടിന് ഈ 4 ദിവസം, അല്ലെങ്കിൽ 7 മണി വരെ ഉണ്ടാവലുള്ളേ. അപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് ജങ്കാറിൽ കയറിയിട്ട് പോവാം. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും ചാലിയത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ 4 ദിവസത്തെ പരിപാടിയാണ്. 26-ാം തീയതി മുതലാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പകലൊക്കെ വന്നിട്ടല്ലേ നിങ്ങൾ ഈ ചാലിയം ബീച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് രാത്രിയിലൊരു കാഴ്ചയാണ് കേട്ടോ. അതന്നെ ഈ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അലങ്കാരങ്ങളൊക്കെ. അപ്പോൾ നേരെ കാണുന്നത് എന്താ പറയുക, ബേപ്പൂരി ബീച്ച്. അവിടെയും ഭയങ്കരമായിട്ട് വാട്ടർ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പം പകലും നല്ല പരിപാടികളുണ്ട്. പട്ടം പറത്തൽ, എന്താ പറയുക, നാവികസേനേൻ്റെ ഓരോ അഭ്യാസ പ്രകടനങ്ങളെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ പകൽ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. അനീഷേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്ക് എന്തായാലും പോകില്ല കേട്ടോ. അപ്പോൾ ജങ്കാറുണ്ട്, നമുക്ക് അപ്പുറത്തെ കരയിലേക്കും പോകാമെന്ന് അനീഷേട്ടൻ പറഞ്ഞപ്പോൾ വേണ്ട, അത് വേറൊരു ദിവസം പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. ഇത് 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. ഒന്ന് ഞങ്ങളെ വീടിൻ്റെ അവിടെ തന്നെ നല്ലൂർ മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഒരു പരിപാടി ഉള്ളത്. അവിടെ ഇതുപോലെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുഡ് ഫെസ്റ്റിവലും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സ്ഥലം ഈ ചാലിയാണ്, പിന്നെ ഒരു സ്ഥലം ബേപ്പൂരി ബീച്ച്. അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും കാണാനുമുള്ള സൗകര്യം ഉണ്ടാവും കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ ജനങ്ങൾ തടിച്ചു കൂടില്ല. 3 സ്ഥലങ്ങളിലായിട്ട് ഇത് നടത്തുന്നതുകൊണ്ട് സുഖമാണ്. അപ്പം ഞങ്ങൾ അധികം ബേപ്പൂരി ബീച്ചിലാണ് പോയി ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ആദ്യം തന്നെ ചാലിയം ബീച്ചിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. അപ്പം വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് തന്നെ വിചാരിച്ചതാണ്. അപ്പം കടലിൻ്റെ സൈഡിലൊക്കെ ഈ ഇങ്ങനെയുള്ള ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മറച്ചിന് കേട്ടോ. അപ്പം ആരും തന്നെ കടലിലേക്കൊന്നും വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സുരക്ഷയാണ് കേട്ടോ. അത് എല്ലാ വാട്ടർ ഫെസ്റ്റിനും ഇങ്ങനെ ഉണ്ട്. അത് ബേപ്പൂർ ബീച്ചിലും ഇങ്ങനെ തന്നെ 2 സൈഡിലും കിട്ടും കേട്ടോ. അപ്പം കടലും പുഴയൊക്കെ ഒന്നിക്കുന്നതായിട്ടുള്ള സ്ഥലവും അഴിമുഖവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മളെ ബേപ്പൂരും ഈ ചാലിയവും തമ്മിലുള്ള ബന്ധം. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ കപ്പലുകളും ബോട്ടുകളും എല്ലാം ഉള്ളൊരു എന്താ പറയുക സംഭവമാണിത്. കണ്ടാലേ ഇതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. നമ്മൾ എത്ര വർണ്ണിച്ച് പറഞ്ഞാലും ഈ ഒരു ഭംഗി ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ വരാൻ സാധിക്കുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുക. അടിപൊളിയാണ്. എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇതിലും കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാവുക ബേപ്പൂരാണ് കേട്ടോ. പുളിമൂട്ടിലാണ് അവിടെ പറയുക. അപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞാൽ അറിയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പല നാട്ടിലുള്ള ആൾക്കാരല്ലേ, എന്നാലും പറയാൻ കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം പോവണം കേട്ടോ. കടലിൻ്റെ ആറ്റേ തലക്കേക്ക് പോകണം. അവിടെയാണ് കടൽ തീരത്താണ് സ്റ്റേജ് ഉള്ളത് 2 ഭാഗത്തും. ബേപ്പൂരിലും കടൽ തീരത്താണ് സ്റ്റേജ് ഉള്ളത്, ചാലിയത്തും കടലിൻ്റെ അടുത്താട്ടോ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം വണ്ടിയൊന്നും അധികം ഇങ്ങോട്ട് കയറ്റാത്തതുകൊണ്ടാട്ടോ ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ വണ്ടി അധികം ദൂരേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇന്ന് ജനത്തിരക്കായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ് ഒരു വഴിയിൽ വെച്ചിട്ട് തന്നെ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വണ്ടി നിർത്തിയിട്ട് നടന്നു പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ രാത്രി ഇന്ന് സ്പെഷ്യലായിട്ടാണ് തോന്നുന്നുണ്ട് ബോട്ട് സവാരി ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം നിർത്തും 5 മണിയാകുമ്പോൾ എന്നൊക്കെ. 5 മണിയല്ല 6 മണിയൊക്കെ ആകുമ്പോൾ നിർത്തലുണ്ടെന്ന് ഞങ്ങളോട് ഒരു ദിവസം ഒരു പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ബോട്ട് സവാരി രാത്രിയിലുണ്ട്. അപ്പം നല്ല ഭംഗി കാണാം കേട്ടോ. ബോട്ടിൻ്റെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ നടന്ന് പോകുക തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് പറയുന്നുണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഒരു വേറൊരു പീടികയിൽ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ വാട്ടർ ഫെസ്റ്റിൻ്റെ കവാടത്തിലേക്ക് കടന്നങ്ങനെ പോവാണ്. ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഏതോ വലിയ ടീമിൻ്റെ ഗാനമേളയൊക്കെയാണ് നടക്കുന്നത്. നല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പാട്ടുകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ പാട്ടുകൾ ഉൾപ്പെടുത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഗാനമേളേൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അതും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഉൾപ്പെടുത്തണില്ല, കാണിച്ചു തരാം എല്ലാവർക്കും.
അപ്പോൾ ഇതാ ഫുള്ള് ലൈറ്റിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വർണ്ണാലങ്കാരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മരത്തിൻ്റെ മുകളിൽ തന്നെ പല കളറിലുള്ള ലൈറ്റുകളൊക്കെ അലങ്കരിച്ചിട്ട് ആ കളറിലാണ് നമുക്ക് മരങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ പകൽ വരെയാണെങ്കിൽ ഇവിടെ അതിലേറെ ഭംഗിയാണ്. പക്ഷേ ഈ ഒരു വെളിച്ചം അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. പ്രകൃതിയുടെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മയിലുകളും ലൈറ്റ് ഹൗസും അങ്ങനെയൊക്കെ നിറഞ്ഞതാണ് ഞങ്ങൾ ഈ ചാലിയം ബീച്ച്. അപ്പോൾ അതാ ബേപ്പൂർ ബീച്ചിലുള്ള സ്റ്റേജിലെ ലൈറ്റാണ് നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നത് കേട്ടോ. അപ്പം അതുപോലെ ഇവിടെയും സ്റ്റേജും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാലും ഞാൻ അവിടുത്തെ കാഴ്ചകളും കൂടി ഒന്നിങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഒരു കടലിൻ്റെയും പുഴേൻ്റെയും അപ്പുറം ഇപ്പുറമായിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ, രണ്ട് ബീച്ചുകളും തമ്മിൽ. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾക്കൊരു 1/4 മണിക്കൂർ ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഈ വന്ന ചാലിയത്തേക്ക്. അപ്പോൾ ആ ബേപ്പൂരേക്ക് പോണത് ജങ്കാറിൽ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് എത്തും. പക്ഷേ ബസ്സിലും വണ്ടിക്കും നേരെ തിരിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് പോവാണ്ട് കേട്ടോ, അധികം പോവാണ്ട്. അപ്പോൾ ഇങ്ങനെ പോവാണ് സൗകര്യം. പക്ഷെ ഇന്ന് ഞങ്ങൾ എന്തായാലും പോകണില്ല. ഇന്ന് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവാണ്. നന്ദുമോൾ പോകണം എന്ന് വാശി പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും തയ്യാറെടുത്തിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അപ്പുറത്തെ ജങ്കാറിൽ കയറിയിട്ട് അപ്പുറം പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ അതിന് നിൽക്കണില്ല. എന്തായാലും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഇനി ഒരു ദിവസം ബേപ്പൂരും പോകണം. നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് പോകണം എന്നൊക്കെ. ഓൾക്കും ഭയങ്കര ആഗ്രഹമാട്ടോ ഇങ്ങനെയൊക്കെ പോയി കാണാനൊക്കെ. ഓൾക്ക് രാത്രിയിലായാലും വണ്ടിയിൽ ഇങ്ങനെ പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ അനീഷേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോഴും കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ പറയും ചെയ്തു ഓളിങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടനമാണ് ഇന്നലെ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയാനേ. പക്ഷെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ ഇന്നാണ് ആ ഒരു രീതിക്കാട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ അച്ഛനും മോളും മുന്നിൽ നടക്കുന്നുണ്ട്, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ കേട്ടോ സത്യത്തിലും വീഡിയോ എടുത്ത് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കണതിന്. എന്താ ഈ പെണ്ണ് കാട്ടണെന്നുള്ള രീതിക്കാണെന്നാണ് തോന്നണം. എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിന് ഭയങ്കര ചമ്മലിട്ടോ നന്ദുവിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചമ്മലും വിചാരിക്കേണ്ട, ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടാട്ടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണത്. എനിക്കിപ്പം എന്താ പറയുക, നമുക്കൊരു വീഡിയോ ഇടണം. അതിന് ആരെയും മുഖം നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് നമ്മളേതായ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കാണാനും ആവുമല്ലോ. ഇത് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും അക്കരയത്തെ കാഴ്ചകളും നോക്കിയിട്ട് എങ്ങനെ നടക്കണം കേട്ടോ. ഈ കരയത്തുള്ളവർ മുഴുവനും നോക്കണത് ബേപ്പൂർ ബീച്ചിലേക്കാണ്. അതുപോലെ തന്നെ അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ടാവും ഈ ബീച്ചിലത്തെ കാര്യങ്ങളും. അപ്പോൾ 2 സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു പുഴ നടുവിലുണ്ട്, കടൽ നേരെയും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം പിന്നീടും ഒരു ഇതുള്ളത് ജങ്കാറാണ്. അപ്പോൾ ജങ്കാറിൽ കയറിയാൽ ഉടനടി അപ്പുറത്തും. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ജങ്കാറിൽ കയറിയിട്ട് നാളെ അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക. 9 മണീൻ്റെ മുന്നേ തിരിച്ചു വരാൻ നോക്കണം. എന്നാലേ ജങ്കാറിൽ കയറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളവിടെ പെട്ടോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ ഒരിക്കലും വണ്ടി ഈ കരയിൽ വെച്ചിട്ട് ജങ്കാറിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവരുത്. അങ്ങനെയാകുമ്പോൾ സമയം അഥവാ ഇത്തിരി തെറ്റിപ്പോയാൽ ഇങ്ങോട്ട് വരുമ്പോൾ ജങ്കാറും കിട്ടില്ല, നമ്മളെ വണ്ടി ഈ കരയിലും ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യണ്ടല്ലേ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ 2 ഗ്രീൻ പീസ് വാങ്ങാമെന്ന് വെച്ചിട്ട് നിന്നതാട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് നന്ദുവിനും എനിക്കും അനീഷേട്ടനും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് വാങ്ങാമെന്ന് വിചാരിച്ചത്. അനീഷേട്ടൻ പണി കഴിഞ്ഞ അപ്പാടെ പോകുന്നതാട്ടോ ഞങ്ങൾ. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എനിക്ക് വിശന്നിട്ടും വയ്യടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്ദും പറഞ്ഞപ്പം നന്ദുവിനും ഒന്ന് വാങ്ങി അനീഷേട്ടനും ഒന്ന് വാങ്ങി. അപ്പോൾ ഓരോന്ന് രണ്ടാളേന്ന് എനിക്ക് കുറച്ച് തിന്നാലോ എന്ന് ഞാനും വിചാരിച്ച്. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവരുടെ അടുത്ത് ഉപ്പിലിട്ടത് മാത്രമാണ് ഇല്ലാത്തത്. പിന്നെ പൊരിയുണ്ട്, കടികളുണ്ട്, ചായ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അപ്പോൾ അതാ ഒരുപാട് കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ പരസ്പരം. അപ്പോൾ ചേച്ചിക്ക് ചാനലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാം കേട്ടോ, ഡെയിലി വീഡിയോ ഇട്ടാൽ മതി, മടിയൊന്നും കാണിക്കേണ്ട എന്നൊക്കെ നമുക്ക് ഉപദേശങ്ങളൊക്കെ തന്നിട്ട് കേട്ടോ അവർ. അപ്പം പറയാം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എന്തായാലും 2 ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ ഒരു ഉണ്ടാക്കിയിട്ടാവുമല്ലോ നമുക്ക് തരിക. അപ്പോൾ ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല, എന്തായാലും ഉണ്ടാക്കി അത് കൈകളിലേക്ക് എത്തണ വരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഗാനമേളൊക്കെ തുടങ്ങിയിട്ടോ. നല്ല അടിപൊളി പാട്ടുകളാട്ടോ, പുതിയ പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ കാറ്റടിച്ചിട്ട് നിൽക്കാൻ വയ്യട്ടോ, മുടിയൊക്കെ പറന്നിട്ട് കടലിൻ്റെ അടുത്തല്ലേ നമ്മൾ നിൽക്കണത്. അതിൻ്റേതായ എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്, ഭയങ്കര കാറ്റ്. അപ്പോൾ അതാ ഞാൻ നേരെ ബേപ്പൂർ ബീച്ച് തന്നെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് അവിടുത്തെ വെളിച്ചം കണ്ടിട്ട് സത്യം പറയിച്ചാൽ അവിടെ ഒന്ന് എത്തിപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്.
പക്ഷേ സാഹചര്യം അനുവദനീയമല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതാട്ടെ പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കടലിൻ്റെ സൈഡിലേക്ക് വന്നിട്ടോ. അവിടെ അനീഷേട്ടനും മോളും ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസ് റെഡി ആയിട്ടോ. അനീഷേട്ടൻ വാങ്ങുന്നുണ്ട്, നന്ദുവിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. നന്ദുവിന് ഭയങ്കര ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യത്തിൽ അങ്ങനെ എവിടെയും പോവലൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്യൂഷനും സ്കൂളൊക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുപോകേണ്ട പോലെ. അപ്പോൾ പ്രത്യേകിച്ചും അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെതാ 2 ഗ്രീൻ പീസും ഞങ്ങളെ കൈകളിലേക്ക് എത്തിന്. അപ്പോൾ നന്ദുവിനോട് ഞാൻ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുക കേട്ടോ. അപ്പം നല്ല സ്പൂണൊക്കെ ഇട്ട് തന്നിന്. അപ്പോൾ നന്ദു എനിക്ക് വായലൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പം വേഗം അമ്മയ്ക്ക് കോരാൻ കഴിയൂലല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വായലൊക്കെ വെച്ച് തരുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുരുമുളക് പൊടിയൊക്കെ അനീഷായിട്ട് ഇടിപ്പിച്ചിന് കേട്ടോ. അപ്പോൾ ഇത് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്ന് എഴുതിയ ഈ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഒരു ടാഗ് അതന്നെ ഫ്ലാഗ് എന്താ പറയുക, എനിക്ക് സത്യമായിട്ടും ക്ലിയറായിട്ട് അതിൻ്റെ പേര് അറിയില്ല. എന്നാലും ഞാൻ കൊടിയെന്ന് പറയാം, അതല്ലേ നല്ലത്, അറിയുന്ന രീതിക്ക് പറയല്ലേ നല്ലതല്ലേ. അപ്പോൾ അതാ നന്ദു അത് കഴിഞ്ഞപ്പം പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്തുണ്ട് 100 രൂപ, നമുക്ക് എന്തെങ്കിലും വാങ്ങി തിന്നാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് അമ്മമ്മ കൊടുത്തതാണെന്നാണ് പറയുന്നത് ഓള്. അപ്പോൾ അമ്മയ്ക്ക് പോകുമ്പോൾ ഞാൻ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി തരേണ്ടതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയാണ് കേട്ടോ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം നല്ല ദേശ റോഡൊക്കെ വന്ന് സെറ്റ് ആവുകയാണ്, അതിൻ്റെ പണികളും ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ബീച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാലിയം ബീച്ച് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഗാനമേളേൻ്റെ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രതീക്ഷിച്ച മാതിരിയൊന്നുമല്ല, എല്ലാവരും ഇതിൻ്റെ വരവിനായിട്ട് കാത്തിരുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നല്ലൊരു ഉത്സവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അപ്പം എല്ലാ നാനാ മതക്കാരും കൂടിയിട്ടാണ് ആഘോഷിക്കുന്ന ഒരു ഭയങ്കര വാട്ടർ ഫെസ്റ്റാട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അത് നല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഞാൻ പാട്ട് ഉൾപ്പെടുത്തണില്ല കേട്ടോ. ഇങ്ങനെയുള്ള പാട്ട് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ ഗാനമേളൊക്കെ കാണുകയാണെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഇടാമല്ലോ. നല്ല പുതിയ പാട്ടുകളാട്ടോ പാടുന്നതൊക്കെ. അങ്ങനെ 2-3 പാട്ടൊക്കെ കണ്ടതിന് ശേഷം വേഗം ഒരു 9 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടിയില്ല തയ്യാറെടുപ്പുണ്ട്. എനിക്ക് പാട്ട് കേട്ടിട്ടാണെങ്കിൽ പോകാൻ തോന്നണമില്ല. നന്ദൂരാണെങ്കിൽ കടലിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറയുക. കടലിൻ്റെ അടുത്തൊക്കെ ഇന്ന് മറച്ച് കെട്ടീന്, കടലിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല. അപ്പം കുറേ ദൂരം വരെ കടലിൻ്റെ അവിടെ ഇരുമ്പ് കൊണ്ട് കെട്ടിയതാണ്, ഇരുമ്പിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ മറച്ചതാണ്. രാത്രി ആരും കടലിലേക്ക് പോയി കളിക്കരുതെന്ന് വിചാരിച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. അതെല്ലാ കൊല്ലവും അങ്ങനെ കെട്ടലുണ്ട് കേട്ടോ. അതൊരു സുരക്ഷിതത്വമാണ്. പല സൈസ് ആൾക്കാരും വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ കടലിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങണവരും കുട്ടികൾ കളിക്കാൻ പോയാൽ അമ്മമാർ ഈ പാട്ടിൻ്റെ ഇതിലേക്ക് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ദുരന്തം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ നല്ലോണം മറച്ച് വെച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആർക്കും കടലിൽ പോയിട്ട് കളിക്കാന്നുള്ള പൂതിയായിട്ട് പോയാൽ ഒരു കാരണവശാലും 4 ദിവസം അതവിടെ നടക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. 9 മണി 9:15 എന്തായാലും ആ സമയമൊക്കെ ആയിട്ടോ. 9 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതാ പിന്നെയും നല്ലൊരു പാട്ട് ആ കുട്ടി പാടുന്നത് കണ്ടപ്പോൾ പിന്നെയും ഞാൻ അവിടെ പോയി ആ പാട്ട് ഒന്നുകൂടിയൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടോ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി, കാരണം പുതിയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ, ഉള്ളത് പറയാമല്ലോ, പുതിയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ടൊന്നും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ വേഗം ആ സൈഡിലേക്ക് ഒന്നും കൂടി പോയി നിന്നിട്ടോ. അപ്പോൾ ഇതാ മാർഗഴി തിങ്കളല്ല വാ എന്നുള്ള പാട്ടാട്ടോ പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കുറേ നേരം കണ്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ വീണ്ടും പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്നാലും ഞാൻ വീണ്ടും അവിടെ പോയി ഒന്ന് ചാരി നിന്നിട്ടോ സൈഡിലായിട്ട്. അപ്പോൾ പോലീസും ഉണ്ട്, പിന്നെ കുറച്ച് വിശിഷ്ട അതിഥികളൊക്കെ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്റ്റേജ് അവിടെയാണ് കേട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി പാട്ട്, നല്ല വോയിസൊക്കെ ആയിട്ട് കേട്ടോ, നല്ല രസം, ഒരു കുറ്റവും പറയാനില്ല, അടിപൊളി. അപ്പോൾ അത് കേൾക്കാനുള്ള കുറേ നേരം കേട്ടിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചുറ്റുപാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കേട്ടങ്ങനെ ഇരിക്കട്ടോ, ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവാതെ നമുക്ക് മറന്നിരിക്കുക. അപ്പോൾ അതാ ഞങ്ങൾ പോവാനായി. അപ്പോൾ അതാ റോഡ് പണിയൊക്കെ തുടങ്ങി നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഉഷാറായിട്ട്. ഇനി ബീച്ച് അടിപൊളിയായിട്ട് വേണം ഒന്ന് പകലൊക്കെ ഒന്ന് വന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കുക കേട്ടോ. ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഈ ബീച്ചിൽ ചാലിയം ബീച്ചിൽ ഒന്നും കൂടി വന്ന് അടിച്ച് പൊളിക്കണം.
അപ്പോൾ അതാ തിരിച്ചു പോവാണ്. കുറേ ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട്, കുറേ ആൾക്കാർ തിരിച്ച് വരുന്നുണ്ട്, പരിപാടി കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ബോട്ട് സവാരിക്കായിട്ട് ഇറങ്ങിയാണ്. ആ ബോട്ടിന് ഫുൾ LED ലൈറ്റ് വെച്ചിട്ട് അലങ്കരിച്ചിന് കേട്ടോ. അപ്പോൾ ഇതാ ഈ കരയിൽ ആ കരക്കെ പോയി കാണിക്കുന്നുണ്ട്. ഇത് 100 രൂപ കേട്ടോ ഒരാൾക്ക്. ഞാനും നന്ദമോളും അനീഷേട്ടനും ഒരു പ്രാവശ്യം ഇതിൽ സവാരി ചെയ്തതാട്ടോ. അപ്പോൾ ഇതാ രണ്ടാളും ഞാൻ വീഡിയോ എടുക്കണൊക്കെ കാത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എന്നെ കാത്ത് നിൽക്കുക കേട്ടോ ഇവർ. അപ്പം ഇവർ ആ കാര്യത്തിലൊക്കെ സപ്പോർട്ടാട്ടോ. വീഡിയോ എടുത്ത് കഴിയണവരെ കാത്തു നിന്നോളും, തിരക്കൊന്നും കൂട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നന്ദുവിന് പിന്നെ ഇവിടുന്ന് വേഗം പോകണമെന്നും വലിയ താല്പര്യമില്ല കേട്ടോ. കുറച്ച് നേരം കൂടി നിന്നാൽ ഓൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇതാ എന്താ പറയുക ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബോട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നന്ദുവിന് ഉറക്കൊക്കെ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ലോണം ആവിടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് നാളെ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാമെന്നൊക്കെ പറയുകയാണ്. അപ്പം നന്ദുവിന് അതും കൂടി കേട്ടപ്പം സന്തോഷമായി. അപ്പം നന്ദു പറയുന്നുണ്ട് നാളെ എനിക്ക് ട്യൂഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് കടലതാ നല്ല ബ്ലാക്ക് കളറായി, വെളിച്ചല്ലല്ലോ. അപ്പോൾ ആകാശത്തിനും നല്ല കറുപ്പ് കളറാണ്. ഇന്ന് ഒരു വെളിച്ചമൊന്നും കാണുന്നില്ല, നിലാവൊന്നും കാണുന്നില്ല. അപ്പോൾ അതാ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം തന്നെ അത് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇതാ ഞങ്ങളെ BMW ആ സൈഡിൽ ഒതുക്കി വെച്ചിന് ഞങ്ങൾ. ഇതാണ് എല്ലാമായ വണ്ടി കേട്ടോ. ഞങ്ങളെ സ്വപ്നമാണിത്. അതുപോലെ തന്നെ ഞങ്ങൾ നല്ലോണം കൊണ്ടുപോയി നടക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. ഞങ്ങൾക്ക് എന്ത് പറ്റിയാലും ഞങ്ങളെ വണ്ടിക്ക് പറ്റരുത് എന്നുള്ള ആഗ്രഹമായിട്ടാട്ടോ ഞങ്ങളിപ്പം നടക്കുന്നത്. സത്യം പറയുക അത്രയും കരുതലോടുകൂടി കൊണ്ടുപോയി നടക്കൂട്ടോ അനീഷേട്ടൻ വണ്ടി. അപ്പോൾ വണ്ടി എവിടെ ഒരത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടെൻഷനും കാര്യമായിട്ടും ചേർന്ന് എപ്പോഴും പറയും ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്ന് പറയട്ടോ. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. അത്രയും കരുതലോട് കൂടിയാണ് കൊണ്ടുപോയി നടക്കണമെന്ന് പറയാൻ കേട്ടോ. വണ്ടി എവിടെ ഒതുക്കി വെച്ചാലും മൂപ്പർക്ക് ഒരു തൃപ്തിയാവില്ല. അത് ഒതുക്കി സൈഡാക്കി നല്ലോണം നീക്കിയൊക്കെ വെച്ചിട്ടൊക്കെ എവിടെ പോവുകയാണെങ്കിലും വരുള്ളൂ. എന്നാൽ ഞാനും നന്ദും പറയും ചെയ്യും അച്ഛനെ എവിടെ വണ്ടി വെച്ചാലും അത് തൃപ്തിയാവില്ല എന്ന് പറയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ വണ്ടീനെ കൊണ്ടു നടക്കുന്നത്, വണ്ടി ഞങ്ങളെയും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇതാ കയറി, നന്ദുമോളും അനീഷേട്ടനും കയറി. എന്തായാലും അവിടെ അടുത്തൊരു ഉപ്പിലിട്ട പീടിയുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുമോള് വാങ്ങി തരാമെന്ന് പറഞ്ഞത് വാക്ക് പാലിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എനിക്കിതിൽ വേറെ ഒരു ഐറ്റംസും ഇഷ്ടമല്ല. എനിക്ക് കൈതച്ചക്കയാണ് ഇഷ്ടം, പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ നമ്മളെ പഴയ മിഠായികൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ, അടിപൊളി. ഈ കട എപ്പോഴും ഇവിടെ ഉള്ള കടയാണ് കേട്ടോ. ഇന്ന് എല്ലാ കുപ്പികളിലും കുറച്ച് അധികം നിറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കുതിരയുണ്ട്, സവാരിയാന്ന് തോന്നുന്നുണ്ട്, കുതിര സവാരി. അപ്പോൾ കുതിരേനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് പുതിയൊരു റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ ചാലിയത്ത് വന്നത് എന്നാണ് തോന്നുന്നത്. ഇതുവരെ കണ്ടിട്ടില്ല, പണിയൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പണിയൊക്കെ കഴിഞ്ഞ് കച്ചവടമൊക്കെ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാ വീണ്ടും കുതിരേനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ട് ഇതാ ഉപ്പിലിട്ടത് വാങ്ങുകയാണ്. പൈനാപ്പിളാട്ടോ വാങ്ങണത്. എനിക്ക് പൈനാപ്പിൾ വെച്ചാൽ ജീവനാട്ടോ സത്യം പറയുക. അപ്പോൾ ചേച്ചി എന്താ വീഡിയോ എടുക്കണത്, ചേച്ചിക്ക് ചാനലുണ്ടോ എന്നൊക്കെ ഒരു ചോദിക്കണം. അപ്പോൾ ഉണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അപ്പോൾ എന്നാൽ എടുത്തോളി ചേച്ചി, വീഡിയോ എടുത്തോളി ഇത് തന്നെയാട്ടോ പറയുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങളെ പീടിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. എനിക്കതൊക്കെ ഇഷ്ടമാണ്, പറയുമ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൈതച്ചക്ക അതാ നല്ല പഴുത്ത സാധനമായിട്ട് അടിപൊളി ടേസ്റ്റ് ഇട്ട് വാങ്ങി നോക്കിയപ്പോൾ. അപ്പോൾ ആ മുകളിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ തൂക്കിയിട്ടാണ്. അങ്ങനെ ഈ കട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്ഥിരമുള്ളതാണ്. ഞങ്ങൾ വന്നാലൊക്കെ ഇവിടുന്ന് വാങ്ങി തിന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി സാധനങ്ങളൊന്നും നിറച്ചെന്നേ ഉള്ളൂ, 4 ദിവസത്തെ പരിപാടികളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് എടാ ജങ്കാറ് സർവീസ് നിർത്താനായിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞ് ഇന്ന് 9 മണി വരെ ഉണ്ടോ ചേച്ചി, അല്ലെങ്കിൽ 7 മണി വരെ ഉണ്ടാവില്ലുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓര് ചോദിക്കാനുള്ള മറുപടിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമോ. അതുകൊണ്ടാ കുട്ടികൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി വീഡിയോ എന്നും ചെയ്യുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറയുകയാണ്. അപ്പോൾ അതും പറയണമുണ്ട്, ഞാനിത് തിന്നണമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 പാർസൽ വാങ്ങണം, അബിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പാർസലും വാങ്ങിന് കേട്ടോ നന്ദു. അപ്പോൾ അങ്ങനെ പഞ്ചേട്ടന് കൈതച്ചക്ക വേണ്ട, പേരയ്ക്ക മതി ഉപ്പിലിട്ടതെന്ന് പറഞ്ഞു. പഞ്ചേട്ടൻ ഒരു പേരയ്ക്കും വാങ്ങി, ഞങ്ങൾ കൈതച്ചക്കയും വാങ്ങി തിന്ന്. നമ്മൾ പൈനാപ്പിൾ. അപ്പോൾ അത് ഹാർബറിലൊന്നും ആരും ഇല്ല കേട്ടോ, മീനൊക്കെ രാത്രിയിൽ ഇന്ന് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടാ ഹാർബറൊക്കെ. പിന്നെ ഞാനിതിൻ്റെ മുന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടതാട്ടോ, അതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഹാർബറിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതാ വേഗം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റും അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചാലിയത്ത് വെള്ളത്തിൽ പോയാൽ തപ്പിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ അധികം ഇവിടെ മീൻപിടുത്തക്കാരുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓഫീസുണ്ട്. പിന്നെ പോലീസുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാട്ടോ ഇവിടെ.
അടിപൊളിയാണ്. എന്താ പറയുക, കണ്ടാലേ ആ ഒരു കാഴ്ച മനസ്സിലാകുള്ളൂ കേട്ടോ. എന്തെന്നെ ആയാലും ഇതാ പോണ വഴിക്ക് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. റെയിൽവേ ക്രോസിംഗ് ആണ്, ട്രെയിൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ ഞങ്ങൾ വീട്ടിലെത്തും. അപ്പോൾ ഞാൻ ഈ റെയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാട്ടോ. ഞാൻ ആദ്യം പണിക്ക് പോയ അവിടെ അടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബായ്.